പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫുജി പർവ്വതത്തിനടുത്തുള്ള ഒഷിനോ ഹക്കായി എന്ന ഗ്രാമം കാണുവാനാണ്. ഒഷിനോ ഹക്കായി എന്ന വില്ലേജിൽ പരമ്പരാഗതമായ വീടുകളും അതിമനോഹരമായ തടാകവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഫുജി പർവ്വതത്തിലെ മഞ്ഞുരുകി ഒലിച്ചു വരുന്ന വെള്ളം 8 വ്യത്യസ്ത തടാകങ്ങളായി രൂപം കൊള്ളുന്നു. ഈ തടാകത്തിലെ തെളിഞ്ഞ വെള്ളം കാണാൻ വളരെ ഭംഗിയാണ്. ഇത് കറങ്ങുന്ന ഒരു വാട്ടർ വീലാണ്. പണ്ട് കാലത്ത് ധാന്യങ്ങൾ പൊടിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണിത്. വെള്ളത്തിൻ്റെ ശക്തിയിൽ ഈ വീൽ കറങ്ങുകയും ഇതിനോട് കണക്ട് ചെയ്തിട്ടുള്ള പല്ലുചക്രങ്ങൾ മുഖേന മിൽ പ്രവർത്തിക്കുകയും ധാന്യങ്ങൾ പൊടിക്കുകയും ചെയ്യുന്നു. പണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയായിരുന്നു ധാന്യങ്ങൾ പൊടിച്ചിരുന്നത്. സന്ദർശകർക്ക് പരമ്പരാഗതമായ വീടുകൾ കാണുവാനും പ്രാദേശിക ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കുവാനുമുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇത് വെള്ളത്തിൻ്റെ ശക്തിയിൽ കറങ്ങുന്നു എന്നല്ലാതെ ധാന്യങ്ങൾ പൊടിക്കുകയോ മറ്റുമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഫുജി പർവ്വതത്തിലെ മഞ്ഞുരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇവിടെയുള്ളത്. വളരെ ശുദ്ധവും തണുപ്പുള്ളതുമായ വെള്ളമാണിത്. ഒഷിനോ ഹക്കായി സന്ദർശിക്കുന്നവർ ഈ വെള്ളം കുടിക്കുന്നത് ഒരു നല്ല അനുഭവമാണ്. ഇതാണ് ധാന്യങ്ങൾ പൊടിക്കുന്ന യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ. യൂറോപ്പിലും മറ്റും കാറ്റാടി പോലുള്ള യന്ത്രങ്ങൾ വെച്ചും ധാന്യങ്ങൾ പൊടിക്കുന്നത് കാണാറുണ്ടായിരുന്നു. ഒഷിനോ ഹക്കായി വില്ലേജിൽ പണ്ട് താമസിച്ചിരുന്ന ആളുകൾ കൂടുതലും കർഷകരായിരുന്നു. ഫുജി പർവ്വതത്തിൽ നിന്നുള്ള ശുദ്ധമായ ജലം ഉപയോഗിച്ച് അവർ നെല്ലും മറ്റ് വിളകളും കൃഷി ചെയ്തിരുന്നു. കൂടാതെ മീൻപിടുത്തവും ഇവരുടെ ഒരു തൊഴിലായിരുന്നു. ഈ വെള്ളം ഒരു തീർത്ഥജലം പോലെ കുടിക്കുന്നത് കാണാം. ഇത് ഒരു മ്യൂസിയമാണ്. ഇവിടെ അനവധി കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കരകൗശല വസ്തുക്കളും മധുര പലഹാരങ്ങളും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പലവ്യഞ്ജനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ഇവിടെ നിന്ന് ജപ്പാനിൽ ഉണ്ടാക്കുന്ന ചിലതരം അച്ചാറുകൾ വാങ്ങി. ഇതൊരു സോവനിയർ ഷോപ്പ് കൂടിയാണ്. ഫുജി പർവ്വതത്തിൻ്റെയും തടാകത്തിൻ്റെയും ചിത്രങ്ങളുള്ള പോസ്റ്റ് കാർഡുകളും മറ്റും ഇവിടെ ലഭിക്കുന്നതാണ്. ഇതാണ് ജനങ്ങൾ ഭക്തിപുരസരം കുടിക്കുന്നത്. ഈ തടാകത്തിൽ അനവധി മത്സ്യങ്ങളെ കാണാം. പലതും വർണ്ണ മത്സ്യങ്ങളാണ്. ഗ്രാമത്തിൽ പഴയ തലമുറയിലെ സ്ഥിരതാമസക്കാർ ആരും തന്നെയില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് കലാക്കുച്ചി തടാകം കാണാനാണ്. ഫുജി പർവ്വതത്തിൽ നിന്നും മഞ്ഞുരുകി വരുന്ന വെള്ളം ഈ കലാക്കുച്ചി തടാകത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. ഈ തടാകവും ഈ മലനിരകളും കടന്ന് നമ്മൾ ചെല്ലുന്നത് ഫുജി പർവ്വതത്തിലേക്കാണ്. നമ്മളുടെ യാത്ര ഇനി ഫുജി പർവ്വതം കാണുവാനാണ്. ഫുജി പർവ്വതത്തിലും പരിസര പ്രദേശത്തും നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു. നമ്മൾ ആദ്യം എത്തുന്നത് ഫുജി സുബാരു ലൈൻ എന്ന കവാടത്തിലേക്കാണ്. സുബാരു എന്നാൽ ജപ്പാൻ ഭാഷയിൽ സുപ്രീം എന്നർത്ഥം. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഫുജി. ടോക്കിയോ നഗരത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലത്തിലാണ് മൗണ്ട് ഫുജി സ്ഥിതി ചെയ്യുന്നത്. ഫുജി പർവ്വതത്തിലേക്ക് കയറുവാൻ പ്രധാനമായി 4 വഴികളുണ്ട്. ഓരോ വഴിയിലും നിരവധി മലകയറ്റക്കാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യമുണ്ട്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് സാധാരണയായി മലകയറ്റക്കാർ ഫുജിയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഈ സമയത്ത് കാലാവസ്ഥ പൊതുവെ അനുകൂലമായിരിക്കും. വഴിയിലൂടെ പോയാൽ 5 സ്റ്റേഷനുകൾ കടന്നാണ് ഫുജി പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഐസായിരുന്നു. ഇതെല്ലാം റോഡിൻ്റെ 2 വശത്തേക്കും മാറ്റിയിട്ട കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. പക്ഷേ ഞങ്ങൾക്ക് 1ാമത്തെ സ്റ്റേജ് വരെ പോകാൻ പറ്റിയുള്ളൂ. കാരണം അതിനുശേഷം വളരെയധികം മഞ്ഞുവീഴ്ചയായിരുന്നു. 5ാമത്തെ സ്റ്റേജ് വരെ പോകാൻ പറ്റിയാൽ അവിടെ നിന്ന് 5-6 മണിക്കൂർ നടന്നാണ് മലമുകളിലേക്ക് എത്തുന്നത്. ഹിന്ദുക്കൾക്ക് കൈലാസം പോലെ ജപ്പാൻകാർക്ക് ഫുജിയും വളരെ പരിപാവനമായിട്ടുള്ള ഒരു പർവ്വതമാണ്. എത്തുന്ന വഴിക്ക് മാനുകളെ ഞങ്ങൾ കണ്ടു. മല കയറുവാൻ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം അല്ലെങ്കിൽ ഏജൻസി വഴിയോ മല കയറാം. ഫുജി പർവ്വതം ഒരു സജീവമായ അഗ്നിപർവ്വതമാണ്. 1707 ഇത് അവസാനമായി പൊട്ടിത്തെറിച്ചത്. ഇവിടുത്തെ താപനില വേനൽക്കാലത്ത് പോലും മൈനസിലായിരിക്കും.
ശൈത്യകാലത്ത് -30 ഇവിടുത്തെ താപനില. റോഡിൻ്റെ 2 വശവും ഐസ് ചേർന്ന് കിടക്കുന്നു. ഒന്നാമത്തെ സ്റ്റേജിനോട് അടുക്കുന്തോറും ഐസിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി സൗന്ദര്യം. റോട്ടിൽ മാത്രമല്ല, വലതുവശത്തും ഇടതുവശത്തുമുള്ള കാട്ടുപ്രദേശത്തും നിറയെ ഐസ് വീണ് കിടക്കുന്നു. ഫുജി പർവ്വതത്തിന് 3776 മീറ്ററാണ് അതിൻ്റെ ഉയരം. സൗത്ത് കൊറിയയിൽ നിന്നും ജപ്പാനിലേക്ക് ഞങ്ങൾ എയ്റോപ്ലെയിനിൽ വരുമ്പോൾ ഫുജി പർവ്വതത്തിന് മുകളിലൂടെയാണ് വന്നത്. അതുകാരണം ഫുജി പർവ്വതത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കാണുവാൻ സാധിച്ചു. ഇതാണ് സ്റ്റേജ് നമ്പർ 1. ഇവിടെ വരെയേ ബസ് പോയുള്ളൂ. കാരണം അതിനുശേഷം മുഴുവൻ ഐസ് മൂടിക്കിടക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാലും ഫുജി പർവ്വതം വളരെ ഭംഗിയായി കാണാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഈ സ്ഥലത്ത് ചിലവഴിച്ചു. ഞങ്ങളും ഞങ്ങളുടെ സഹയാത്രികരും കൂടെ വന്നിട്ടുള്ള ബാക്കിയുള്ള യാത്രക്കാരും ഈ ഐസിൽ കുറേ നേരം കളിച്ച് തിമിർത്തു. തണുപ്പ് ഏകദേശം -3 ഡിഗ്രി ആയിരുന്നു. കൊറിയയിൽ നിന്നും ജപ്പാനിലേക്ക് വരുമ്പോൾ ഫുജി പർവ്വതത്തിൻ്റെ കാഴ്ച ആകാശത്ത് നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. എയ്റോപ്ലെയിനിൽ നിന്നും എടുത്ത ചില ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിമാനം ഫുജി പർവ്വതത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിച്ച കാരണം കൊണ്ട് ആ പർവ്വതത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. ഫുജി പർവ്വതത്തിൻ്റെ താഴ്വരയിൽ എത്തുന്നതിന് ഒരു 8 ദിവസം മുമ്പാണ് കൊറിയയിൽ നിന്നും ഞങ്ങൾ ജപ്പാനിലേക്ക് വന്നത്. അപ്പോൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. ഇതാണ് ജപ്പാൻകാർ പുണ്യമായി കരുതുന്ന ഫുജി പർവ്വതം. ഞങ്ങൾ കുറേ നേരം ഈ പർവ്വതത്തെ നോക്കി നിന്നു. കൈലാസം പോലെ വളരെ പുണ്യമായ ഒരു പർവ്വതമാണ് ഫുജി ജപ്പാൻകാർക്ക്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും.